അസ്സലാമലൈക്കും. കുറ്റിയം പറിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടാ പോണേന്ന് നിങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും. പിന്നെ ഇപ്പം ഞങ്ങളുടെ ലിഫ്റ്റ് കുറച്ച് പുതുക്കിയിട്ടുണ്ട്. പണിയായിരുന്നു ഇത്രയും ദിവസം. അടിപൊളിയായിട്ടില്ലേ? എനിക്കെന്തായാലും ഇഷ്ടമായി. എവിടെയെങ്കിലും പോണേന് തലേ ദിവസം കറക്റ്റായിട്ടൊരു കുരു എൻ്റെ മുഖത്തിനുണ്ടാ. അത് തെറ്റിച്ചിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് കുരു വന്നിട്ടുണ്ട്. ഇതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. സംഭവം എന്താ നമുക്കറിയില്ല. റീലാണോ ഷൂട്ടാണോ? ഒരു ഡയറക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി സിനിമയാണോ ഒന്നറിയില്ല. കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. അതായത് ഒന്നും ചെയ്യേണ്ട, വെറുതെ ചില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കണം കേട്ടോ. ചൈനീസുകാർ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കാണാറുണ്ട്, ടെൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പം ഞങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഞങ്ങൾ പൈസ കൊടുത്ത് ഏൽപ്പിച്ച പോലെ ഒരാളവിടെ ഫ്ലൂട്ട് ഊതിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടാ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന വരെയും അയാൾ അതവിടെ ഇരുന്ന് ഊതിക്കൊണ്ടിരുന്നേ. ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പതുക്കെ മാറാൻ പോണേന് കേട്ടോ. ടെൻ്റൊക്കെ അടിച്ച് ശരിയാവുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ടെൻ്റ് അടിക്കാൻ ആർക്കറിയാത്തതുകൊണ്ടും ഈ ടെൻ്റ് ആരുടെ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങളൊരു പായയിൽ ഒതുക്കി. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം ഉറപ്പിച്ചിട്ടാ. പ്രകൃതി രമണീയത കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. നിറച്ച് പൂക്കളും എന്തായാലും അടിപൊളി വൈബായിരുന്നു കേട്ടോ അവിടെ. നല്ല സ്ഥലമായിട്ട് എനിക്കൊന്നും തോന്നി. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനും സംസാരിക്കാനും കുറച്ച് കുറിക്കാനൊക്കെ. ആ കൊച്ചെന്നെ കണ്ടപ്പോൾ പേടിച്ചോടിയിട്ടാ. ഞാൻ ആ കൊച്ചിനെ പേടിപ്പിച്ചു വിട്ട്. പിന്നൊന്നുമില്ല, ഞങ്ങൾ ഓടിച്ചോടണ വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് പോപ്കോണൊക്കെ തിന്ന് കുറച്ച് ഫോണൊക്കെ കണ്ട്. പിന്നെ നമ്മളെപ്പോഴും കൂടിയാൽ നമ്മുടെ മെയിനായിട്ടൊരു കാര്യമുണ്ടല്ലോ, കുറച്ച് ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈമാറുക. ഇൻഫോർമേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ പങ്കുവെക്കുക. അതൊക്കെയായിരുന്നു കുറച്ച് പരിപാടികൾ. പുല്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ടറൊന്ന് ഞങ്ങളവിടെ നിന്ന് ഓടിച്ചിട്ടിട്ടാ. ഞങ്ങൾ അഭയാർത്ഥികളെ പോലെ അടുത്ത സ്ഥലം തിരഞ്ഞതാ ഇവിടെ പിന്നെയും സെറ്റായി. ഞങ്ങളെ കണ്ട് ക്യൂരിയോസിറ്റി വന്ന് കുറച്ച് ചൈനീസുകാർ ഞങ്ങളുടെ അടുത്തോട്ട് വന്ന്. ആകെ അറിയാവുന്ന ചൈനീസ് എന്താണെന്ന് വെച്ചാൽ പേരെന്താണെന്ന് ചോദിക്കാനാ. അവർ പിന്നെ തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട്ട് മറുപടി പറയാനും അറിയില്ല. ഇവിടെ എനിക്ക് ക്യാമറാമാനായിട്ട് 2-3 ചൈനീസുകാരാണ് കേട്ടോ എനിക്ക് ക്യാമറ ഒക്കെ പിടിച്ചെന്നത്. അവരാണിപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സൗണ്ടാട്ടോ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ ഒഴിവിട്ടുമ്പോൾ കളിക്കൂലായിരുന്നാ ലിസി. ഇനി നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ആലുവയിൽ ഇതിന് സിത്താര എന്ന് പറയും. ഞങ്ങൾ അതാട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആവേശമായിരുന്നു എല്ലാവർക്കും. എൻ്റെ കൂടെയുള്ള തസ്നി ഫസ്റ്റും ഞാൻ സെക്കൻഡും ആയി. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് കിട്ടിയ പോലെ ആയിരുന്നിട്ടാ. അതിൻ്റെ അഹങ്കാരം പോണ വരെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഈ ചൈനീസ് പെൺകുട്ടികൾ ഞങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. അവർ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ കുട്ടികളുടെ അടുത്തിരിക്കണമായിരുന്നു. ഞങ്ങളത് വിട്ടും കൊടുത്ത്. നമുക്ക് കുട്ടികളെ ശല്യം ഉണ്ടാവില്ല. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി, കുട്ടികളും ഹാപ്പി. എല്ലാം കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അടിപൊളി ഡേ ആയിരുന്നു. അടുത്ത ദിവസം വേറെ ഡേ ആയിട്ട് കാണാം.